ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് റിയൽ ലൈഫ് റെസ്ക്യൂ ഓപ്പറേഷൻസിനെ ബേസ് ചെയ്തിട്ട് ഇറങ്ങിയിട്ടുള്ള സിനിമകളെ പറ്റിയാണ്. നമുക്കറിയാം ഇങ്ങനെയുള്ള സിനിമകളൊക്കെ കൂടുതലും ഇറങ്ങുന്നത് ബോളിവുഡിലാണ്. അപ്പം ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നതും കൂടുതലും അങ്ങനെയുള്ള ഇംഗ്ലീഷ് മൂവീസ് തന്നെയാണ്. കാരണം അതിൻ്റെ ഒരു മേക്കിംഗ്, ഒരു വേ ഓഫ് മേക്കിംഗ് ഉണ്ട്. വളരെ ഗംഭീരമായിട്ട് അവരുടെ അതിൻ്റെ നമ്മൾ റിയൽ ലൈഫ് ആണോ എന്ന് തന്നെ തോന്നിപ്പോകും. അങ്ങനെയുള്ള സിനിമകൾ തന്നെയാണ് ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരുപാടുണ്ട്, അതിൽ കുറച്ച് മാത്രമേ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളൂ. എന്തായാലും ബോക്സ് ഓഫീസ് കളക്ഷൻ വളരെ നന്നായിട്ട് ഹിറ്റായിട്ടുള്ള കുറേ സിനിമകളുടെ ഒരു ലിസ്റ്റാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് അപ്പോളോ 13 ആണ്. അപ്പോളോ 13 എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ സ്പേസ് ഡ്രാമ മൂവി എന്ന് തന്നെ പറയാം. കാരണം 3 ബഹിരാകാശ യാത്രികർ അവർ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്നും യാത്ര തിരിക്കുന്നു. പക്ഷേ എല്ലാം നമുക്കറിയാം, എല്ലാം പ്ലാൻഡ് ആണ്, എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. പക്ഷേ അവരുടെ യാത്രയ്ക്ക് ഇടയിൽ സർവീസ് മൊഡ്യൂളിൻ്റെ ഓക്സിജൻ ടാങ്കിൽ നിന്ന് ഒരു ലീക്ക് ഉണ്ടാകുന്നു. തുടർന്ന് അവരുടെ ദൗത്യം നിർത്തിവെച്ച് അവർക്ക് തിരിച്ച് പോരേണ്ട ഒരവസ്ഥ വരുന്നു. പക്ഷേ ഇങ്ങനെയുള്ള ഒരു കാര്യം നടക്കുമ്പോൾ അതിനുള്ളിലിരിക്കുന്ന ഈ 3 യാത്രികരുടെ അവരുടെ മാനസിക പിരിമുറുക്കം, അവരുടെ ടെക്നിക്കൽ, അവർക്ക് ഒരുപാട് സാങ്കേതിക പ്രശ്നങ്ങൾ അതിനകത്തിലുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളും പിരിമുറുക്കങ്ങളും മാനസിക സംഘർഷങ്ങളും അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എല്ലാം കൂടെ കണക്ട് ചെയ്ത് കാണിക്കുന്ന ഒരു സിനിമയാണ് അപ്പോളോ 13. ഈ അപ്പോളോ 13 എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ 3ാമത്തെ ലൂണാർ ലാൻഡിംഗ് അറ്റംപ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അപ്പോളോ 13 ലൂണാർ മിഷൻ്റെ റിയൽ ആയിട്ടുള്ള സംഭവങ്ങളെ ആസ്പദമാക്കിയിട്ട് എടുത്തിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. അപ്പോൾ അതേ പേര് തന്നെയാണ് അവർ ആ സിനിമയ്ക്ക് നൽകിയത്. അടുത്ത സിനിമയാണ് ദ ഇമ്പോസിബിൾ. 2012 ഈ സിനിമ റിലീസാവുന്നത്. ഒരു ഡിസാസ്റ്റർ ഡ്രാമ കാറ്റഗറിയിൽ പെടുത്താവുന്ന ഒരു സിനിമയാണ്. കാരണം ഇതൊരു സുനാമിയായിട്ട് ബന്ധപ്പെട്ട ഒരു സിനിമയാണ്. ഈ ചിത്രത്തിന് ആസ്പദമായിട്ടുള്ള സംഭവം ഉണ്ടാകുന്ന 2004 ഡിസംബറിലാണ്. കുറച്ച് സുഹൃത്തുക്കൾ ചേർന്നിട്ട് അവധി ആഘോഷിക്കാൻ തായ്ലൻഡിൽ പോവുകയും അവിടെ വെച്ചിട്ടാണ് ഈ സുനാമി ഉണ്ടാകുന്നത്. അന്ന് ഇതെന്താണെന്നൊന്നും അറിയില്ല, കാരണം അവർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടണം, ഒറ്റപ്പെട്ടു പോയിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പം അവിടെയുള്ള ആളുകളെ അവർ രക്ഷിക്കുന്നു. അതിനുശേഷം സന്തോഷകരമായിട്ടുള്ള ഒരു റീയൂണിയൻ ഈ സുഹൃത്തുക്കളുടെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിനിമയാണ്. എന്നാൽ ബെലോൺ അൽവാരിസ് എന്ന് പറയുന്ന 2 സുഹൃത്തുക്കളും അവരുടെ കുടുംബവുമാണ് ഈ 2004 ഡിസംബറിൽ പോയത്. അപ്പോൾ അവർക്കുണ്ടായ എക്സ്പീരിയൻസ് ആണ് ഈ സിനിമയിൽ കറക്റ്റായിട്ട് പറഞ്ഞിരിക്കുന്നത്. അടുത്ത സിനിമയാണ് എവറസ്റ്റ്. 2015 ഈ സിനിമ പുറത്തിറങ്ങിയത്. മൗണ്ട് എവറസ്റ്റിലേക്ക് പോയ കുറച്ച് ആളുകൾക്ക് അവർക്കുണ്ടായ ഡിസാസ്റ്റർ. നമുക്കറിയാം, അങ്ങനെ പോകുന്ന കുറേ ആളുകൾ ഭയങ്കര കഷ്ടപ്പാടാണെന്ന് കേട്ടിട്ടുണ്ട്. കുറേ ആളുകൾ സർവൈവ് ചെയ്യും, കുറേ ആളുകൾ മരിച്ചു പോകും. അപ്പോൾ അങ്ങനെയുള്ള അവിടുത്തെ ഒരു പ്രശ്നങ്ങൾ, അവർ അഭിമുഖീകരിച്ച പ്രശ്നങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ഡിസാസ്റ്റർ കാറ്റഗറി മൂവി തന്നെ പെടുത്താവുന്ന ഒരു ഡ്രാമ മൂവിയാണ്. ഏകദേശം $203 മില്യൺ ഇതിൻ്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ എന്ന് പറയപ്പെടുന്നത്. 1996 മൗണ്ട് എവറസ്റ്റിലേക്ക് പോയ കുറേ ആളുകൾക്കുണ്ടായ ദുരിതത്തിൻ്റെ കഥ അതേ രീതിയിൽ തന്നെ ചിത്രീകരിച്ച ഒരു സിനിമയാണ് എവറസ്റ്റ്. അടുത്ത സിനിമയാണ് എയർലിഫ്റ്റ്. 2016 ഈ സിനിമ റിലീസ് ചെയ്യപ്പെട്ടത്. ഇതൊരു ഹിന്ദി സിനിമയാണ്. രാജാകൃഷ്ണ മേനോനാണ് ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അക്ഷയ് കുമാറാണ് ഇതിനകത്ത് ലീഡ് റോൾ ചെയ്തിരിക്കുന്നത്. വളരെ വലിയൊരു ഹിറ്റ് സിനിമയായിരുന്നു ഇത്. ഹിന്ദിയിലെ ഒരു ബിസിനസ്മാൻ രഞ്ജിത്ത് കാട്ടിയാൽ, അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം കുവൈറ്റിൽ താമസിക്കുന്നു. അപ്പോൾ ആ സമയത്താണ് കുവൈറ്റ് ഇറാഖ് വാർ നടക്കുന്നത്. ഇറാഖ് കുവൈറ്റിനെ ആക്രമിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് ഒറ്റപ്പെട്ടു പോയ മനുഷ്യരെ രക്ഷിക്കുകയും അവിടെ ഉണ്ടാകുന്ന ആളുകളുടെ ഒരു സംഘർഷവും കാര്യങ്ങളും ഒക്കെയാണ് ഈ സിനിമ സൂചിപ്പിക്കുന്നത്. ഒറ്റപ്പെട്ടു പോയ ആളുകളെ ജീവൻ പണയം വെച്ച് ഇദ്ദേഹം രക്ഷിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. ഇതും ഒരു റിയൽ ലൈഫ് ഇൻസിഡൻ്റ് ആണ്. അടുത്ത സിനിമയാണ് ഡീപ്പ് വാട്ടർ ഹൊറൈസൺ. ഡീപ്പ് വാട്ടർ ഹൊറൈസൺ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് സിനിമയാണ്. ഇതും ഒരു യഥാർത്ഥ ദുരന്തത്തിൻ്റെ ഒരു കാര്യങ്ങൾ ചിത്രീകരിച്ചൊരു സിനിമയാണ്. ഒരു ഓയിൽ റിംഗ് എക്സ്പ്ലോഷനെ ഭാഗമായിട്ട് എടുത്തിട്ടുള്ള ഒരു സിനിമയാണ്. കൃത്യമായി പറഞ്ഞാൽ 2010 ഏപ്രിൽ 20 ലൂസിയാന തീരത്ത്, ലൂസിയാന എന്ന് പറഞ്ഞൊരു നദിയാണ്, അതിൻ്റെ തീരത്താണ് ഈ ഓയിൽ റിംഗ് എക്സ്പ്ലോഷൻ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൃത്യമായ കാര്യങ്ങൾ ചിത്രീകരിച്ച് അങ്ങനെയുള്ള ഒരു യഥാർത്ഥ സംഭവം കാണിക്കുന്ന ഒരു സിനിമയാണ് ഡീപ്പ് വാട്ടർ ഹൊറൈസൺ. അപ്പോൾ ഈ കാറ്റഗറിയിലെ ലാസ്റ്റ് സിനിമയാണ് സുള്ളി. സുള്ളി എന്ന് പറയുന്നത് 2016 ഇറങ്ങിയ ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഹഡ്സൺ സുള്ളി എന്ന് പറയും. ഹഡ്സൺ എന്ന് പറയുന്ന ഒരു നദിയാണ് കേട്ടോ. അപ്പോൾ ഈ ഹഡ്സൺ എന്ന് പറയുന്ന തീരത്ത് ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു എയർക്രാഫ്റ്റ്, അതായത് കൊമേഴ്സ്യൽ എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യേണ്ടി വന്നു അതിൻ്റെ തകരാറ് മൂലം. അപ്പോൾ അതിനെ തുടർന്നുണ്ടായ സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ കൃത്യമായി ചിത്രീകരിച്ച ഒരു സിനിമയാണ് സുള്ളി 2016. സുള്ളൻ ബർഗർ എന്ന് പറയുന്ന ആളാണ് അദ്ദേഹമാണ് അത് കൈകാര്യം ചെയ്തിരുന്നത്. ആ എയർക്രാഫ്റ്റ് ഇറക്കുകയും അതിൻ്റെ ടെൻഷനും കാര്യങ്ങളും അതിൻ്റെ സാങ്കേതിക പ്രശ്നങ്ങളുമൊക്കെ മറികടന്ന് അദ്ദേഹം വളരെ കൃത്യമായിട്ടത് ചെയ്ത ആ സിനിമയാണ്. അതുകൊണ്ട് ഒരു ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമ തന്നെയാണ്. വളരെ നല്ലൊരു സിനിമയാണ്. അപ്പോൾ ഇത്രയും കാറ്റഗറിയാണ് സിനിമകളാണ് റിയൽ ലൈഫ്. ഇങ്ങനെ ഒരുപാടുണ്ട്, പക്ഷേ നമ്മളിപ്പോൾ അതിനകത്ത് കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. നേരത്തെ ഞാൻ പറഞ്ഞു, കൂടുതലും ഇംഗ്ലീഷ് സിനിമകളാണ് ഇങ്ങനെയുള്ള കാറ്റഗറി വരുന്നത്. അപ്പം എല്ലാം നല്ല സിനിമകളാണ്. അപ്പോൾ എല്ലാം നിങ്ങൾക്ക്
നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്ന് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സിനിമകളൊക്കെ പോയി കാണുക. നമുക്കറിയാം റിയൽ ലൈഫ് ഇൻസിഡൻസ് ഒക്കെയുള്ള സിനിമകളൊക്കെ വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ അതിൻ്റെ എൻഡിങ് ചിലപ്പോൾ മോശമാകാം, ചിലപ്പോൾ നല്ലതാകാം. കാരണം അത് അതേപടി പകർത്തുന്നതാണല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ തീർച്ചയായിട്ടും പോയി കാണുക, എൻജോയ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ടിൽ ദെൻ ബൈ ബൈ.